യഹോവയുടെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു. പക്ഷേ നാം ദൈവത്തിന്റെ അരികിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ നമ്മെ സൗഖ്യമാക്കും. 2, അവൻ നമ്മുടെ മുറിവ് കെട്ടും. 3, അവൻ നമ്മെ ജീവിപ്പിക്കും. 4, അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. 5, അവന്റെ മുൻപാകെ നാം ജീവിക്കും. 6, അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ നമ്മെ നനയ്ക്കും. 7, പിന്മഴ പോലെ അവൻ നമ്മുടെ അടുക്കൽ വരും. പ്രിയരെ, ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ 7 കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. എന്താണ് ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരേ ഒരു കാര്യം? ദൈവത്തിന്റെ അടുക്കലേക്ക് വരിക. യാക്കോബ് 4:8 എഴുതിയിരിക്കുന്നു, ദൈവത്തോട് അടുത്തു വരുവീൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. പിശാചിനോട് എതിർത്തു നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യോഹന്നാൻ 6:37 തിരുവചനം പറയുന്നു, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അതുകൊണ്ട് ദൈവം അനുവദിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പിറുപിറുക്കാതെ, കുറ്റപ്പെടുത്താതെ, ദൈവം എന്തിയെന്ന് ചോദിക്കാതെ, എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞ് തന്നെത്താൻ ശപിക്കാതെ, പ്രാകാതെ, ദൈവത്തെ സംശയിക്കാതെ, തൻ്റെ ദാസന്മാരെ കുറിച്ച് അപവാദം പറയാതെ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാനും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഡ്യൂറേഷൻ വർദ്ധിപ്പിക്കുവാൻ, അതിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുവാൻ, എൻ്റെ ദൈവത്തിൻ്റെ അരികിലേക്ക് മടങ്ങി വരുവാൻ ഇത് ദൈവത്താൽ അനുവദിക്കപ്പെട്ട ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ഒരു ഗോൾഡൻ ചാൻസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് നിങ്ങൾ വന്നാൽ അവൻ നിങ്ങളെ സൗഖ്യമാക്കും. അവൻ നിങ്ങളുടെ മുറിവ് കെട്ടും. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളിൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കുന്നു. ആത്മാവിൽ ഞാൻ തിരിച്ചറിയുകയാണ്, പ്രിയപ്പെട്ടവരെ, യേശുവേ എന്നൊന്ന് വായ്കൾ തുറന്ന് വിളിക്കാമോ? കർത്താവേ എന്നൊന്ന് വായ്കൾ തുറന്ന് വിളിക്കാമോ? നിങ്ങൾ എത്ര വലിയ പാപി എന്ന് നിങ്ങൾ പറയുന്നെങ്കിലും, നിങ്ങൾ എത്ര വലിയ പരാജിതയാണെന്ന് നിങ്ങളെ കുറിച്ച് തന്നെ വിചിന്തനം ചെയ്യുന്നെങ്കിലും, യേശുവേ എന്നൊന്ന് അധരങ്ങൾ തുറന്ന് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ചില സൗഖ്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുന്നു. നിങ്ങളുടെ ഹൃദയത്തിലേറ്റ ചില മുറിവുകളെ പരിശുദ്ധാത്മാവ് കെട്ടുകയാണ്. 3, അവൻ നിങ്ങളെ ജീവിപ്പിക്കുകയാണ്. 4, എവിടേക്കോ വീണുപോയ സ്ഥലങ്ങളിൽ നിന്ന് അവൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കുകയാണ്. 5, അവന്റെ മുൻപാകെ ജീവിക്കുന്ന സാക്ഷിയായി അവൻ നിങ്ങളെ മാറ്റുകയാണ്. 6, അവൻ മഴ പോലെ, ഭൂമിയെ നനയ്ക്കുന്ന മഴ പോലെ, സസ്യങ്ങളെ വളർത്തിയെടുക്കുന്ന മഴ പോലെ നിങ്ങളെ അവൻ റിഫ്രഷ് ചെയ്യാൻ പോവുകയാണ്. അവൻ പിന്മഴ പോലെ നിങ്ങളുടെ അടുക്കൽ വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റക്കാര്യം ചെയ്യാമോ? മടങ്ങി വരാമോ? ആ മദ്യപാനത്തിൽ നിന്ന് ബ്രദറെ ഒന്ന് മടങ്ങി വരാമോ? ആ പാപ സ്വഭാവത്തിൽ നിന്ന് മടങ്ങി വരുമോ? ആ തിന്മകളെ ഒന്ന് വലിച്ചെറിയുമോ? കർത്താവേ, നിന്റെ അരികിലേക്ക് ചിലർ പറയുന്നു, എന്നെയും കൊണ്ട് പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റുന്നില്ല ബ്രദറെ, എനിക്ക് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ബ്രദറെ. ഇന്ന് പകൽ നിങ്ങൾ തിരിച്ചറിയണം, കൃപ പാപിയെ സഹായിക്കും. കൃപ പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല, കൃപ പാപിയെ രക്ഷിക്കുന്നതാണ്, കൃപ പാപിയെ സഹായിക്കുന്നതാണ്. ഏതു സമയത്തും കൃപ ലഭിക്കേണ്ടതിന്, സഹായം ലഭിക്കേണ്ടതിന് കൃപാസനത്തിനരികിലേക്ക് വരുവാൻ വരുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും അനുവാദം തന്നിരിക്കുന്നെങ്കിൽ അകന്നു നിൽക്കാതെ, മടിച്ചു നിൽക്കാതെ, മനസ്സും അടുത്ത് പുറകോട്ട് പോയി പിശാചിന്റെ കരാളാസ്തങ്ങളിൽ പിടിക്കപ്പെട്ട് നീ പരാജയപ്പെട്ടു പോകാതെ, അടിയെ നീതാ കർത്താവേ, അപ്പാ അടിയെ നീതാ, എന്നെ ഒന്ന് വിടുവിക്കണമേ, എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ, എന്റെ മുറിവുകളെ കെട്ടണമേ, എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ, അവിടുന്ന് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ അത് സംഭവിക്കുവാൻ പോകുകയാണ്.